ഹലോ കുട്ടിമണീസ്, ദേവൂസ് തെച്ചൂസാണ്. ഇന്ന് നമുക്ക് വീട്ടിലെ വിശേഷങ്ങളല്ല, നമ്മുടെ അമ്പലത്തിലെ അന്നദാനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാവേ. ആദ്യം തന്നെ മാങ്ങ അച്ചാറിടാനായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചെറുതായിട്ടരിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഒരു ഉരുളി എടുത്ത് വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് കടുകും ഉലുവായും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചുമന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി, അച്ചാർ പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി സാമ്പാറോടെ വെക്കാം. അതിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഒന്ന് വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ട്. ഒരു കുക്കറിലേക്ക് സാമ്പാറിനാവശ്യമായ പരിപ്പ് കഴുകിയെടുക്കുന്നുണ്ട്. അതിലേക്ക് വെണ്ടയ്ക്ക, തക്കാളിക്ക, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം. സാമ്പാറിന് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ചുമന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് വഴന്നു വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്ന മുളകെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി എല്ലാം വഴന്നു വന്നപ്പോൾ അതിലേക്ക് സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. വെന്ത് വെച്ചിരിക്കുന്ന കഷ്ണത്തിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ക്യാബേജ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ. ക്യാബേജും ക്യാരറ്റും സബോളയും എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു ഉരുളിയെടുത്ത് എണ്ണ ഒഴിച്ച് കടുക് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചോറും കറികളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.